ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. 2025 പുതുവർഷ പിറപ്പിൽ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുണ്ട് എന്നുള്ള ഫലവും, അതുപോലെ തന്നെ 2025 12 മണി അർദ്ധരാത്രി 2024 അർദ്ധരാത്രി 12 മണി 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം 2025 ജനുവരി 1 12-1 എന്ന പ്രകാരമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് പ്രകാരമുള്ള ഗ്രഹസ്ഥിതി ഒന്ന് നോക്കാം. കന്നി ലഗ്ന സമുച്ചയത്തിലാണ്, അതായത് പുതുവർഷം 2025 ആരംഭിക്കുന്ന തന്നെ പൂരാട നക്ഷത്രത്തിൽ ചതുർത്ഥ ചരണത്തിൽ, അതായത് 4-ാം പാദത്തിലാണ് തുടങ്ങുന്നത്. പൂരാട നക്ഷത്രത്തിലാണ് പുതുവർഷം പിറക്കുന്നത്. അത് 4-ാം പാദത്തിലാണ്. പൂരാട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഓരോ പാദത്തിനും ഓരോ ദോഷമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 4-ാം പാദത്തിലായ കാരണം അവരവർക്ക് തന്നെ ദോഷം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഈ പുതുവർഷം ആരംഭം തന്നെ അത്ര ഗുണവുമില്ല. പൂരാട നക്ഷത്രം 4-ാം പാദമായ കാരണം അത്ര ഗുണവുമില്ല എന്നുള്ളത് തന്നെ പറഞ്ഞ് തുടങ്ങാം. നക്ഷത്രം ധനുക്കൂറിലാണ് വരുന്നത്. ശുക്ലപക്ഷ പ്രഥമയിലാണ്. ശുക്ലപക്ഷ പ്രഥമ എന്ന് പറയുമ്പോൾ കറുത്ത വാവ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പുതുവർഷം പിറക്കുന്നത്. സിംഹകരണവും വ്യാഘാത നാമ നിത്യയോഗവും കൂടിയ കന്നി ലഗ്നം, അന്നേക്ക് ഉദിച്ചു വരുന്ന ലഗ്നം, അതായത് അന്നേക്ക് 2000 വർഷം ധനു 16-ാം തീയതിയാണ്. ധനു 16-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. ധനു 16-ാം തീയതി ഉദിച്ചു വരുന്ന നക്ഷത്രം ധനു തന്നെയാണ് ഉദയത്തിൽ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഏകദേശം 12 മണി ആകുന്ന സമയത്ത് കന്നി ലഗ്നമത്തിൽ വന്ന് ചേരും, ഉദയ ലഗ്നം. അപ്പോൾ കന്നി ലഗ്ന സംശയത്തിലാണ് വരുന്നത്. ആ കന്നി ലഗ്നത്തിൻ്റെ നാഥൻ ബുധനാണ്. ബുധൻ ലഗ്നത്തിൽ നിന്ന് 3-ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ലഗ്നാധിപൻ 3-ാം ഭാവത്തിൽ തെളിഞ്ഞല്ല മറഞ്ഞു നിൽക്കുന്ന ഒരു അപകടമാണത്. ലഗ്നാധിപൻ കർമ്മസ്ഥാനം ഏറ്റെടുത്തുകൊണ്ടാണ് 3-ാം ഭാവത്തിൽ മറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൊഴിൽ മേഖലയിൽ, പൊതുവെ രാജ്യത്ത് തൊഴിൽ മേഖലയിൽ കള്ളത്തരങ്ങൾ കൂടുതൽ ഉണ്ടാവും. അതായത് ഓരോരോ തൊഴിലവസരങ്ങളിലും പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുകയാണെങ്കിലും അതിലെല്ലാം കലർപ്പ് കടന്ന ഒരു സ്വഭാവ രീതി ഉണ്ടാകും എന്നുള്ളതും, തൊഴിലെടുക്കുന്നവർക്കെല്ലാം തൊഴിൽ എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള ഒരു വേഗത കാരണം പല പിശകുകളും പറ്റും എന്നുള്ളതും കാണുന്നുണ്ട്. ധനസ്ഥാനത്തിൻ്റെയും ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം ഭാഗത്തിൻ്റെയും എല്ലാ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ 6-ാം ഭാവത്തിൽ ഭാഗ്യാധിപനും കൂടിയാണ്. 6-ാം ഭാവത്തിൽ ശനിയോടൊപ്പം ആണ് നിൽക്കുന്നത്. അതും ദോഷകരമായിട്ടാണ് കാണുന്നത്. ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ധന വ്യവസായങ്ങൾക്കും ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ഇതുകൾക്കും ധനം കൊണ്ടുള്ള ഉപയോഗം ചെയ്യുന്നവർക്കും എല്ലാം ഉപദ്രവകരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരകത്വ ഗ്രഹമായിട്ടുള്ള വ്യാഴൻ 9-ൽ നിൽക്കുന്ന കാരണം വിപരീത വരാം, ഗുണദോഷ മിശ്ര ഫലവും വരാം എന്നുള്ളത് പറയുന്നുണ്ട്. 3-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചൊവ്വയാണ്. ചൊവ്വ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നീചത്തിൽ 11-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ 3-ാം ഭാവത്തിൻ്റെ അധിപൻ ഭൂമി കാരകനും കൂടിയാണ് ചൊവ്വ. ധൈര്യം വീര്യം ചതുർബുദ്ധി സഹോദരപരകർമ്മ ദശകന സഹായി. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഭൂമി കാരകനും കൂടിയാണ് ചൊവ്വ. ചൊവ്വ നീചാവസ്ഥയിൽ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്നത്. ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭൂമിക്ക് കോട്ടം തട്ടുന്ന പലവിധ ഉപദ്രവങ്ങളും ഭൂമിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ജനസമ്മർദ്ദമായിട്ടുള്ള 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യയാധിപൻ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 11-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനുമാണ്. 11-ാം ഭാവാധിപനായ ചന്ദ്രൻ പറഞ്ഞ കറുത്ത ഭാവ് കഴിഞ്ഞ് ആൾ രക്ഷപ്പെട്ട് കറുത്ത ഭാവ് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ശുക്ലപക്ഷമാണെങ്കിൽ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രൻ്റെ ബലമില്ല എന്നുള്ള പറയുന്നത്. സൂര്യൻ മിത്രക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിലും സൂര്യൻ അംശിച്ചിരിക്കുന്നത് സ്വക്ഷേത്രത്തിൽ ചിങ്ങൻ രാശിയിലാണ്. അത് കാരണം സൂര്യൻ 4-ാം ഭാവത്തിൽ വ്യാധിക്യവനാണ്, 12-ാം ഭാവാധിപനാണ്. അപ്പം ജനസമൃദ്ധി, ജനങ്ങൾക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുന്ന ഇതും ഭരണകർത്താക്കന്മാർക്കെല്ലാം വളരെ തലവേദന പിടിക്കുന്ന ഒരു വിധികളും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലകളിലെല്ലാം തകർച്ചകളും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മറ്റേ പണികളും, അതുപോലെ തന്നെ പൊതുവികസന പരിപാടികൾക്കെല്ലാം നേതൃത്വം നിൽക്കുന്നത് തന്നെ എല്ലാം തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും വർക്കുകൾ തീരാനുള്ള സാധ്യതയും മന്ത്രിതലങ്ങളിൽ അഴിച്ചുപണികളും മാറ്റങ്ങൾ വരികയും തലപ്പത്തിരിക്കുന്നവരുടെ സ്ഥാനമാന പദവികൾ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയും എല്ലാം
ഈ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ ഭരണകർത്താക്കന്മാർക്ക് ശരിക്കുള്ള പ്രവണത, അതായത് ബുദ്ധിശക്തിയോട് കൂടിയിട്ടും എങ്ങനെ നീക്കത്തോടു കൂടി കൊണ്ടുപോകാം എന്നുള്ളൊരു ശക്തപരമായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. കാരണം 5-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് ലഗ്നത്തിൻ്റെ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശുക്രനോടൊപ്പം. 9-ാം ഭാവാധിപനായിട്ട് ശുക്രനോടൊപ്പം, 2-ാം ഭാവം ശുക്രനോടൊപ്പം നിൽക്കുന്നത്. അതും 5ഉം 6ൻ്റെയും ഭാവാധിപനാണ്. അപ്പോൾ രോഗാധിക്യങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ശനിയാകട്ടെ, ശനി അംശിച്ചിരിക്കുന്നത് നീചത്തിലാണ്, മേടൻ രാശിയിലാണ് അംശിച്ചിരിക്കുന്നത്. അപ്പോൾ ശനിയുടെ ബലം അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതകളും അത് ധനത്തിനെയും ജനങ്ങളെയും ബാധിക്കുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൈറസ് സംബന്ധമായിട്ടുള്ള പനികളും മറ്റുള്ള കാര്യങ്ങളും പുതിയ ലെവലിലുള്ള രോഗങ്ങളെല്ലാം പടർന്നു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാൻ പെടാപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കാലവും ജനാധിപത്യ സംബന്ധമായിട്ടുള്ള ഭരണകർത്താക്കന്മാർക്കുള്ള കാലം കൊണ്ടും 7 സർപ്പമാണ് നിൽക്കുന്നത്, രാഹുവും നിൽക്കുന്നത് കാരണം കൊണ്ട് 7-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തിൽ ആ ഭാഗത്ത് 3-ാം ഭാഗത്ത് മറിഞ്ഞിരിക്കുകയാണെങ്കിലും കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷെ വളരെ പതുക്കെ നടക്കും. 2025 പൂർത്തിയാകേണ്ടത് ചിലപ്പോൾ 2030 അല്ലെങ്കിൽ 2029 പൂർത്തിയാകാനുള്ള സാധ്യതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തുടങ്ങി വരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ നീണ്ടുപോകാനുള്ള സാധ്യതകളും അതേ സമയത്ത് പഴയ പണികൾ, മുടങ്ങിക്കിടക്കുന്ന പണികൾ എടുത്ത് വീണ്ടും പുതുക്കി പണിയാനുള്ള അവസരങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത്. നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. അഷ്ടമാധിപനാണ് കാണുന്നത്. അഷ്ടമാധിപൻ ആ ഭാഗത്ത് നിന്ന് കേന്ദ്രസ്ഥാനമായിട്ട് 4-ാം ഭാവത്തിൽ കർക്കിടക രാശിയിൽ നിൽക്കുന്നത്. അത് കാരണം പ്രളയം മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ വരുവാനുള്ള സാധ്യതയും ഭൂമി കോപം കൊണ്ട് തുള്ളുകയും കഴിവുകൊണ്ട് തുള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥയെല്ലാം ഉണ്ടാവും എന്നാണ് ഈ വർഷത്തിന് പറയാനുള്ളത്. ഭാഗ്യസ്ഥാനത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. ഭാഗ്യാധിപൻ ആ ഭാവത്തിൽ നിന്ന് കർമ്മസ്ഥാനത്തിലും ലഗ്നത്തിൽ നിന്ന് 6-ാം ഭാവം നിൽക്കുന്ന കാരണം ഭാഗ്യം വളരെ കുറവായിട്ടും കാണുന്നുണ്ട്. കർമ്മസ്ഥാനത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. ഗുളിക നിൽക്കുന്ന കാരണം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് തൊഴിൽ രംഗത്ത് പലവിധ അട്ടിമറികളും കുറുക്കു വഴികളും എല്ലാം ചെയ്യുന്നത് കാരണം കൊണ്ട് ആ പണികൾക്കെല്ലാം കോട്ടം വരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ പുതിയ പാലങ്ങളും മറ്റുള്ള പാതകളെല്ലാം പണിതിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പാഴ്ചകൾ വരുവാനുള്ള സാധ്യതകൾ ഗവൺമെൻറ് തലത്തിലെല്ലാം കാണുന്നുണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും പണി പൂർത്തിയാക്കിയാൽ മതി, അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയാൽ മതി എന്നുള്ളൊരു ചിന്തയല്ലാതെ തൊഴിലെടുക്കുന്നവർക്ക് വേറെ ഒരു മാർഗം ഉണ്ടാവില്ല എന്നുള്ളതാണ് കാണുന്നത്. അത് കാരണം കർമ്മരംഗത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് മെനക്കെട് വരുത്താത്ത ഒരു കാര്യമുണ്ട്. വരുമാന മാർഗം, അതേസമയം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമാന മാർഗം നല്ലപോലെ ഉണ്ടാവും. ധനം വന്ന് കുനിയുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ധനാധിക്യം വന്ന് ശരിയാവുന്നുണ്ട്. അതേസമയത്ത് സ്ഥാനചലനങ്ങളിലെല്ലാം ഉണ്ടാകുന്നതാണെങ്കിൽ ഭരണകർത്താക്കന്മാരിൽ സ്ഥാനചലനങ്ങളിലെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ പുതിയ 2025 വർഷം അത്ര ശുഭകരമല്ല ഭൂമിയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പറയുന്നത്. ആ ശുഭകരമല്ലാത്ത കാരണം കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇനി ഓരോ നക്ഷത്രക്കാർക്ക് നമ്മൾക്ക് എങ്ങനെയുള്ള ഫലം ഉണ്ടാകും. മകൻ നക്ഷത്രക്കാർക്ക് 2025 വളരെ ഗുണകരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് കാണുന്നത്. ഏകദേശം ഏപ്രിൽ മാസത്തിന് ശേഷം ഇവർക്ക് ഉയർച്ചകളുടെ കാലമായിരിക്കും. അതായത് ജോലി സാധ്യതകൾ കൂടുതൽ വന്നു ചേരുവാനുള്ള സാധ്യത, ഗവൺമെൻറ് തലത്തിൽ ഉയർന്ന പദവികൾ കിട്ടുവാനുള്ള സാധ്യത, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് ഏതെങ്കിലും തർക്ക വിഷയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം വിജയിച്ചു വരുവാനുള്ള സാധ്യത, നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യത, ഭൂമി കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേകതപരമായിട്ടുള്ള താല്പര്യങ്ങൾ കാണിക്കുവാനുള്ള സാധ്യത, അതുപോലെ ഭൂമി തരംതിരിക്കുന്നതിലും വില്ലേജ് സംബന്ധമായിട്ടുള്ളതിലും കൺട്രാക്ട് സംബന്ധമായിട്ടുള്ളതിലും അങ്ങനെയുള്ള നൂലാമാല പിടിച്ച കേസുകളിൽ നിന്നെല്ലാം ഊരി വരുവാനുള്ള സാധ്യതയും, കേസ് വഴക്കുകളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വിജയിച്ചു വരുവാനുള്ള സാധ്യതയും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി കഴിയുന്നവർക്കും അല്ലെങ്കിൽ ഡൈവേഴ്സ് സംബന്ധമായിട്ട് ഉള്ള എത്തി നിൽക്കുന്നവർക്ക് അവരവർ എന്താണ് ഉദ്ദേശിക്കുന്നുവോ അത് പ്രകാരം നടക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. വിവാഹ തടസ്സങ്ങളെല്ലാം മാറി വിവാഹത്തിന് അനുയോജ്യപരമായിട്ടുള്ള സമയം കൂടി ആണ് ഈ ഒരു വർഷം കണക്കാക്കപ്പെടുന്നത്. വിവാഹത്തിന് നല്ല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു 2024. അതെല്ലാം മാറി വിവാഹത്തിന് അനുയോജ്യപരമായിട്ടുള്ള ഇതെല്ലാം മധ്യഘട്ടത്തിന് ശേഷം, അതായത് ഈ വർഷത്തിൻ്റെ മധ്യഘട്ടത്തിന് ശേഷം വിവാഹത്തിനുള്ള തടസ്സങ്ങളെ മാറി കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുന്നവർക്ക് ഉയർച്ച കിട്ടുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ PSC ലിസ്റ്റിൽ
പെട്ടിട്ടുള്ളവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യതയും എല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ റെയിൽവേ സംബന്ധമായിട്ടുള്ള എഴുത്തുകുത്തുകൾ പരീക്ഷകളിൽ വിജയിച്ച് കരസ്ഥമാക്കി നിൽക്കുന്നവർക്ക് പെട്ടെന്ന് വിളി വരികയും ജോലിയിൽ പ്രവേശിക്കാനുള്ള അർഹത നേടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സിവിൽ പരീക്ഷകളെല്ലാം എഴുതിയിരിക്കുന്നവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും അത് ചേരുവാനുള്ള സാധ്യത. മെഡിക്കൽ സീറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മെഡിക്കൽ സീറ്റ് ഒരുപാട് വർഷങ്ങളായിട്ട് എൻട്രൻസ് എഴുതി നിൽക്കുന്നവർക്കെല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കൂടി വരുവാനുള്ള സാധ്യതയും ഉന്നത വിദ്യാഭ്യാസം എടുക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ പ്രണയം മൂലം നടക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. പ്രണയ സാഫല്യം നേടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബന്ധുക്കളുമായി അകന്നു നിൽക്കുന്നവർക്കെല്ലാം അതെല്ലാം ഒട്ടിച്ചേരുവാനുള്ള സാധ്യതയുണ്ട്. വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള 50 വയസ്സിന് മേലെയുള്ളവർക്കെല്ലാം വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മധ്യഘട്ടത്തിന് ശേഷം, അതായത് വർഷത്തിൻ്റെ ജൂൺ മാസത്തിന് ശേഷം ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉന്നതപരമായിട്ടുള്ള നേട്ടങ്ങളും സ്ഥാനമാന പദവികൾ കിട്ടുവാനുള്ള സാധ്യതയും, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതയും വിജയ സാധ്യത കൈവരിക്കാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. IT സംബന്ധമായിട്ടുള്ള മേഖലകളിലും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖലകളിലും സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലകളിലും അലോപ്പതി മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലും നല്ല ഉയർച്ച കണ്ടുവരുന്നതായി കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. അതുപോലെ സേനാധിപത്യം വഹിക്കുന്ന തൊഴിലിൽ അവസരങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള പഠനത്തിനും വിദേശ സംബന്ധമായിട്ടുള്ള ജോലിക്കും തരപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശ സംബന്ധമായിട്ട് ജോലിക്ക് പണം കൊടുത്ത് കബളിക്കപ്പെട്ടവർക്കെല്ലാം, അതായത് നഷ്ടപ്പെട്ടവർക്കെല്ലാം ആ പൈസ കിട്ടുവാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അതിന് പകരം വേറൊരു രാജ്യത്തേക്ക് കിട്ടുവാനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. ജാതകത്തിൽ സമയം അനുകൂലമാണോ എന്നുള്ളത് പരിശോധിക്കണം. അനുകൂലമാണെങ്കിലാണ് ഈ കാര്യങ്ങളെല്ലാം വിജയത്തിൽ വരിക. അല്ലാത്ത പക്ഷം വളരെ ദോഷകരമായിട്ടുള്ള ദശാകാലങ്ങളോ അപകാരകാലങ്ങളോ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഡിമ്മ് വരുവാനുള്ള സാധ്യത, പറഞ്ഞതെല്ലാം കുറച്ച് അയവ് വരുവാനുള്ള സാധ്യത കാണുന്നത്. അത് കാരണം ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഗുണകരമാണ്. ജാതകത്തിൽ, അതായത് മകനക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു 23 വയസ്സ് വരെയും ശുക്രദേശാകാലം, സൂര്യദേശാകാലം 29-30 വയസ്സ് വരെ സൂര്യദേശാകാലമാണ്. ആ സൂര്യദേശാകാലത്ത് തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളും അതുപോലെ തന്നെ സൂര്യദേശൻ്റെ അവസാന കാലത്ത് 29 വയസ്സ് 30 വയസ്സിനുള്ളിൽ വിവാഹ മംഗളകാര്യങ്ങളും അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം 30 വയസ്സ് ശേഷമുള്ള സമയങ്ങളിലെല്ലാം ചന്ദ്രദേശാകാലം ചിലവർക്കെല്ലാം അനിഷ്ട സംഭവങ്ങളും മാനസിക പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അത് പരിശോധിച്ച് തന്നെ കൈകാര്യം ചെയ്യുന്നത്. ജാതക പരിശോധിക്കുന്നത് കൈകാര്യം ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും മാത്രം പറഞ്ഞു തന്നു കഴിഞ്ഞ് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ മകനക്ഷത്രക്കാർക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ വർഷം വളരെ ഗുണപരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വാഹന സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും പുതിയ ഭവനം നിർമ്മിക്കാൻ പരിപാടി ഇട്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നതും പഴയ വാഹനങ്ങൾ വാങ്ങി പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള യോഗങ്ങളെല്ലാം ഈ വർഷത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭം പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. ബിസിനസ്സിൽ വൻ പുരോഗമനം വന്നു ചേരുവാനുള്ള സാധ്യതയും ഈ വർഷത്തിൽ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമസ്കാരം.